ലത സുജി വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ 5ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ പ്രാരംഭ പ്രവർത്തനങ്ങളും ലേഖന പ്രക്രിയകളുമായിരുന്നു നമ്മൾ അവതരിപ്പിച്ചിരുന്നത്. ഈ വീഡിയോയിൽ നമ്മുടെ ആദ്യത്തെ യൂണിറ്റായ ദുലാരെ പൽ എന്ന ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇക്കായി ഏക്, അതായത് ഇക്കായ് എന്നതിൻ്റെ അർത്ഥം യൂണിറ്റ് എന്നാണ്. ഒന്നാമത്തെ യൂണിറ്റിൽ എന്താണ് പ്രതിപാദ്യം എന്ന് നോക്കാം. മനോഹരമായ ഒരു ചിത്രമാണ് ഈ പാഠത്തിൽ ആദ്യം തന്നിരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷിൽ പിക്ചർ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് വർണ്ണന തയ്യാറാക്കാം എന്ന് പറയും. ഇവിടെ ഈ ചിത്രത്തിൻ്റെ വിവരണം അല്ലെങ്കിൽ വർണ്ണനയാണ് നമ്മൾ ഡിസ്ക്രൈബാണ് ഇത് ചെയ്യേണ്ടത്. 5ൽ ആദ്യമായിട്ട് ഹിന്ദി പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണിത് ഇതിൻ്റെ വർണ്ണന തയ്യാറാക്കുന്നത് എന്നുള്ള ചോദ്യം വരാം. പക്ഷെ നമ്മളത് ആ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു ചിത്രം കാണുമ്പോൾ നമ്മൾ ആദ്യമായി ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ നമുക്കും ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് ആകാശം, ആകാശത്തിൽ മേഘം, സൂര്യൻ, പക്ഷികൾ, അതിനുശേഷം താഴെ പർവ്വതമുണ്ട്, പർവ്വതത്തിൽ നിറയെ മരങ്ങളുണ്ട്, പിന്നെ പൂക്കളും പലതരത്തിലുള്ള പൂക്കളും പൂമ്പാറ്റകളും ഉണ്ട്. പിന്നെ അവിടെ ആകെ ഒരു പച്ചപ്പിൻ്റെ മടിത്തട്ടാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലെന്തൊക്കെയുണ്ട് എന്ന് ലിസ്റ്റ് ചെയ്യുക. അതായത് ആ വാക്കുകൾ ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം വാക്കുകളെ നമുക്ക് വാചകങ്ങളാക്കാം. ഈ ഒരു പ്രവർത്തനം ഈ പാഠത്തിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വരുന്ന ഓരോ പാഠവും നമുക്ക് തനിയെ അതിൻ്റെ പ്രവർത്തനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യമായി മലയാളത്തിൽ നമ്മൾ ഇതിൻ്റെ പേരുകൾ ലിസ്റ്റ് ചെയ്യാം. ഇവിടെ ദുലാരെ പൽ എന്ന ഈ ഹെഡിങ്ങിൻ്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത് ചില പിന്നെ ഓർമ്മിക്കേണ്ട മെമ്മറബിൾ പറയില്ലേ, എപ്പോഴും തങ്ങി നിൽക്കുന്ന, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ എന്ന പോലെ പ്രിയ നിമിഷങ്ങൾ, ചില പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ദുലാരെ പൽ എന്നതൊഴിച്ച് ബാക്കി ഓരോ വാക്കും നമുക്ക് ആദ്യം തന്നെ, ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ്. നോക്കിയാൽ സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണല്ലോ നമ്മുടെ ആകാശത്തിനൊരു മഞ്ഞ നിറവും ഒരു ചുവന്ന നിറവും, ഉദയസൂര്യൻ അതേപോലെ അസ്തമയ സൂര്യൻ്റെ സമയത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ നമുക്ക് കാണാം ഒരു ചെറിയ മഞ്ഞ നിറം, ചെറിയ ചുവപ്പ് നിറം, ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു പ്രഭാതത്തിൻ്റെ ചിത്രമാണ്. പ്രഭാതമാണ് ഇവിടുത്തെ ചിത്രത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്രഭാതമാണ്. പ്രഭാതത്തിൽ ആദ്യമായിട്ട് ആകാശത്ത് കാണുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആകാശത്ത് കാണുന്നത് മലയാളത്തിൽ നമ്മൾ ലിസ്റ്റ് ചെയ്താൽ സൂര്യൻ, മേഘം, പക്ഷി അല്ലെങ്കിൽ പക്ഷികൾ, ഇവയൊക്കെയാണ്, അല്ലേ? ഈ വാക്കുകളെ ഹിന്ദിയിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വാക്കുകളുടെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ആകാശത്തിന് ആസ്മാൻ, മരത്തിന് പേട്, പക്ഷിക്ക് ചിടിയ, പർവ്വതത്തിന് പഹാഡ്, മേഘത്തിന് ബാദൽ, പൂമ്പാറ്റയ്ക്ക് തിത്തലി, പൂവിന് ഫൂൽ, ആകാശത്തിന് ആസ്മാൻ. അങ്ങനെ കുറേയധികം വാക്കുകളുടെ അർത്ഥം ഇവിടെ
പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വായിക്കുകയോ പറയുകയോ ഉരുവിടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഹൃദ്യസ്ഥമാകുന്നതായിരിക്കും. വാക്കുകളുടെ അർത്ഥത്തിന് വളരെയധികം സ്ഥാനമുണ്ട്. നമുക്ക് അതായത് അക്ഷരമാല പഠിക്കുന്ന അതേപോലെ തന്നെയാണ് വാക്കുകളുടെ അർത്ഥവും അറിഞ്ഞിരിക്കേണ്ടത്. കാര്യം നമ്മൾ സ്വന്തമായിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക, ഒരു വിവരണം തയ്യാറാക്കുക ഉള്ളപ്പോൾ നമുക്കിവയെല്ലാം വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ വാക്കുകൾ നിങ്ങളും ഹൃദ്യസ്ഥമാക്കുമല്ലോ കൂട്ടുകാരെ. തുലാരേപ്പൽ എന്ന ഈ പാഠത്തിൻ്റെ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ വാക്കുകളെല്ലാം നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് വാചകങ്ങളാണ്. എങ്ങനെയാണ് വാചകങ്ങൾ തയ്യാറാക്കുക? ആ വാചകം കൂടെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ പൂർണ്ണമാകുന്നതായി നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ വാചകങ്ങൾ എഴുതാനുള്ള കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം. നന്ദി, നമസ്കാരം.